രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവർക്കും എഗ്ഗ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ക്യാരറ്റ് ഹൽവയുടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കൂട്ടിയാണ് കഴിച്ചത് ചപ്പാത്തി. അപ്പം ഈ ക്യാരറ്റ് ഹൽവയും ചപ്പാത്തിയും നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോൾ കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരു എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഹോളാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ അകത്ത് ഇത്തിരി സവാളയൊക്കെ ഇട്ടതിന് ശേഷം അത് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ആ ബ്രെഡിൻ്റെ പീസ് നമ്മൾ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് എടുത്തത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിങ്ങനെ അപ്പുറം ഇപ്പുറം ഒന്ന് മുരിച്ചെടുത്ത് അത് എഗ്ഗ് ചപ്പാത്തിയും കൂടെ കൊടുത്ത് വിട്ടെ. അന്നേരം അവനിന്ന് ഫ്രൂട്ട് ഡേ ആയിരുന്നു. നോക്കിയാൽ ഫ്രൂട്ടില്ലായിരുന്നു. പിന്നെ റീച്ച ഇപ്പോൾ രാവിലെ പോയി ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ബേറും പിന്നെ ബ്ലാക്കും ഗ്രീനും ഗ്രേപ്സ്. അപ്പം ഞാൻ കുറച്ച് നേരം അത് വിനാഗിരി വെള്ളത്തിലിട്ട് എടുത്തതിന് ശേഷം ഇപ്പം കൊച്ചിന് കൊടുത്ത് വിട്ടതേ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും വാങ്ങിച്ചായിരുന്നു. ഇഞ്ചി കിലോ 60 രൂപ. നല്ല പിന്നെ വിളഞ്ഞ ഇഞ്ചിയായിരുന്നു. ഞാനത് ഇങ്ങനെ കുറച്ചെടുത്ത് അത് പിന്നെ പേസ്റ്റാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുണിയൊക്കെ കഴുകാനായിട്ടിട്ട് അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകുക അവിടെ കിടക്കുന്നേ ഉള്ളൂ. അരി അങ്ങ് കഴുകിയിട്ടിട്ട് പാത്രങ്ങൾ കഴുകാമെന്ന് വെച്ച്. അപ്പം കുറച്ച് മുട്ടത്തോട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ചെടികൾക്ക് നല്ല കാൽഷ്യമൊക്കെ കിട്ടും. ഞാനിപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ചെടിയുടെ മൂട്ടിയിട്ട് ഒന്നീ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ കുളിച്ചതിൻ്റെ ബാക്കി സോപ്പുകൾ ഇങ്ങനെ വെറുതെ കളയാതെ ഞാൻ എന്ത് തോന്നുന്നു അതെല്ലാം കൂടെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കാം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം അതൊന്ന് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അതൊന്ന് കട്ടിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇത്തിരി ഗ്ലിസറിനോട് ഒഴിച്ച് ഹാൻഡ് വാഷായിട്ട് ഞാൻ ഉപയോഗിക്കും. താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. കാരണം ആ സോപ്പുകൾ കളയാതെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് കിച്ചണിലെങ്കിലും ഉപയോഗിക്കാൻ നല്ലതാണ്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി. പിന്നെ പയർ അരിഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ തേങ്ങയും സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലെല്ലാം ഇട്ടതിന് ശേഷം അതൊന്ന് ഞെവിടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഡയറക്റ്റ് പൊടികളെല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വിസിലടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക ഞാൻ ഇപ്പോഴാണ് ചേർത്തത്. എന്നിട്ട് ഇച്ചിരി പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റിൽ കടുകൂടെ വറുത്തി ചേർക്കും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. തേങ്ങയൊന്നും ഇപ്പോൾ വരുന്നില്ല. ഈ ഒരു സൈസിലെ തേങ്ങയെ വരുന്നുള്ളൂ. അതൊട്ട് കുഞ്ഞൻ തേങ്ങയുമാണ് 35 രൂപ. പിന്നെ സവാളയും ഉരുളൻകിഴങ്ങും എല്ലാം ഞാൻ എടുത്തു വെച്ച് ഡബ്ബയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.